പരസ്പരം ഐക്യവും സ്നേഹവും ഇല്ലാത്ത, തീരെ മഹബത്തില്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അത് ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, സഹോദര സഹോദരിമാരാവട്ടെ, ജ്യേഷ്ഠാനുജന്മാരാവട്ടെ, ആരാണെങ്കിലും പരസ്പരം ഐക്യമില്ലാതെ, സ്നേഹമില്ലാതെ, ഇഷ്ടമില്ലാതെ വീറും വാശിയോടുകൂടെ കഴിയുന്നവരാണെങ്കിൽ അവർക്കിടയിൽ യാ അവ്വലു യാ ആഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ് എന്ന് 100 തവണ ഓതിയതിന്റെ ശേഷം 100 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ള സ്വലാത്തും ചൊല്ലിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്ത് 1001 തവണ ഓതുക. അതിനുശേഷം വീണ്ടും യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ് 100 സ്വലാത്ത് ഓതുക. എന്നിട്ട് നല്ല മധുരമുള്ള ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കളിൽ മന്ത്രിച്ചൂതിയിട്ട് അവർക്ക് കൊടുത്താൽ അവർക്കിടയിൽ ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല സ്നേഹവും ഐക്യവും ഉണ്ടാകും. അവരുടെ ഹൃദയങ്ങൾക്കിടയിലുള്ള ആ വിദ്വേഷവും പകയും ഒക്കെ ഒഴിഞ്ഞു പോകാൻ കാരണമാകും. ഇത് ഈ സ്വലാത്തിന്റെയും ഈ ദിക്റിന്റെയും ഈ ആയത്തിന്റെയും നാം കരുതുന്ന നിയ്യത്തിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. കാര്യങ്ങൾ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ ഒരു ആയത്ത് ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ഇതിന്റെ ആദ്യാവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാനുതകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് വഴിയെ ആ അമൽ ഒരു തവണയും കൂടെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് സൂറത്തുൽ ഇഖ്ലാസിലെ ആയത്തായിരുന്നു. ഇഖ്ലാസ് സൂറത്ത് എന്ന് പറയുമ്പോൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇഖ്ലാസിനെ സ്നേഹിച്ചവൻ അല്ലാഹുവിനെ സ്നേഹിച്ചവനാണ്. ഇഖ്ലാസ് സൂറത്ത് ഒരു തവണ ഓതുന്നവന് ഖുർആന്റെ 1/3 ഓതിയ പ്രതിഫലം ലഭിക്കും. അതുപോലെ രക്തസാക്ഷികളുടെ പ്രതിഫലവും അവന് ലഭിക്കും. പരിശുദ്ധ ഖുർആനിലെ 112ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിന്റെ അത്ഭുതങ്ങൾ നിരവധിയാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ നിത്യവും ഓതുന്നവൻ അല്ലാഹുവിന്റെ കാവലിലായിരിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനാണല്ലോ, ഖുർആനിലെ 1/3 ഈ സൂറത്താണല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാവലിലായിരിക്കും അവൻ. നിത്യവും എണ്ണമില്ലാതെ ഈ സൂറത്ത് ഓതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധമായ കിണറിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ സംസം വെള്ളത്തിലോ ഈ ഒരു സൂറത്ത് ഊതി അത് രോഗികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ആ ഒരു വെള്ളത്തിൽ നല്ല ശിഫ ഉണ്ടാകുമെന്നുള്ളതാണ്. നല്ല ശുദ്ധമായ കിണറിലെ വെള്ളമോ അല്ലെങ്കിൽ സംസം വെള്ളമോ ഒക്കെ എടുത്തിട്ട് ചെയ്തു നോക്കുക. ഈ സൂറത്ത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക. പലർക്കും അറിയാം ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതാൻ. അങ്ങനെ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് ചെയ്യാവുന്ന ഒരുപാട് അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അത് ചെയ്തു നോക്കുക. നല്ല പനിയുള്ള ആളുകളെ ഇത് ഊതി ആ വെള്ളം അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പനിയുടെ ചൂട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കും. ഖുർആൻ അത് ശിഫ ആണെന്ന് ഖുർആനിൽ തന്നെയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓതുന്നതിന്റെ നിയ്യത്തിലേക്ക് അനുസരിച്ചിരിക്കും അത് ശിഫയാകുന്നത്. ഇത് ഒറ്റ അക്ഷരമാക്കിയിട്ട് എഴുതിയിട്ട് ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ സ്ഥിരമായിട്ട് കിടക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ടൊരു ഭാഗത്ത് ഒരു റൂം കേന്ദ്രീകരിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ. ചില മാനസിക വിഭ്രാന്തിയുള്ള ആളുകളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ അവരുടെ കഴുത്തിലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ ശരീരത്തിലും തലയിലൊക്കെ തേക്കുന്ന എണ്ണയിൽ അത് ഊതിയിട്ട് അത് തേച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ആ രോഗികളിൽ കാണാൻ സാധിക്കും. ആ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിന്റെ ആ മാസ്മരിക വചനങ്ങളുടെ അത്ഭുതങ്ങളാണ് ആ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്തു വെക്കുക. നമ്മുടെ പലരുടെയും വീട്ടിലെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ വേറെയാണല്ലോ. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവര്. നമ്മുടെ അടുക്കലൊക്കെ പല രോഗികളും പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരിൽ ഒരുപാട് മാനസിക രോഗികളെ കൊണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവര്, അങ്ങനെ തുടങ്ങി ഒരു നോർമൽ ലെവലിൽ അല്ലാതെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. എന്തോ ഒരു മന്ദപ്പിൽ നടക്കുന്നവര്, ഒരന്തല്ലാതെ നടക്കുന്ന ആളുകൾ,
ആളുകൾ, അവർക്കൊക്കെ ഈ അമൽ വേണമെങ്കിൽ ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാകും. വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുത ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജിന്ന്, അതേപോലെ തന്നെ ശൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾ, പൈശാചിക ഉപദ്രവങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരിങ്ങനെ ഒരു മഗ്‌രിബ് സന്ധ്യാസമയമാകുമ്പോൾ അവർ പലതും വിളിച്ചു പറയാൻ നിൽക്കുക, ഒരു പ്രത്യേക ഇളക്കമുണ്ടാകുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ രോഗികൾ നമ്മൾ കാണാറുണ്ട്. അത്തരം രോഗികൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് അത് ഉച്ചത്തിൽ ഓതിയിട്ട് നന്നായി ഓതിയിട്ട് ഒരു പാത്രം വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളം ഇങ്ങനെ മുഖത്ത് തെളിയിച്ചു കൊടുക്കുക. ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ അടങ്ങുന്നത് കാണാൻ സാധിക്കും. നല്ല കഴിവുള്ള, ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന ആലിമീങ്ങളുണ്ട്, ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ. അവർക്കിതൊന്നും ഒരു നിഷ്പ്രയാസമാണ്. അത്തരം വിഷയങ്ങളൊക്കെ അവർ മുമ്പിൽ വരുമ്പോൾ അതതിൻ്റെ ആ ശൈത്വാനിൻ്റെ ആ പൈശാചികമായ ഉപദ്രവങ്ങൾക്കിടയിലൂടെ അവരിളകി പറയുമ്പോഴും ഇളകുന്ന സമയത്തൊക്കെ അതിങ്ങനെ അടക്കി കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് അതൊന്നും കഴിയൂലല്ലോ. അപ്പം അത്തരം സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ഉച്ചത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഉറക്കെ ഫാത്തിഹ ഓതിയിട്ട് നല്ല ഉച്ചത്തിൽ തന്നെ ഓതുക. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് സുബൂത്താക്കുന്ന ആയത്തുകളാണല്ലോ അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ശൈത്വാനിനെ അതൊന്നും പിടിക്കൂല. അപ്പോൾ ശൈത്വാനിൻ്റെ ഉപദ്രവങ്ങൾ അത് കാരണമായിട്ട് അത് തട്ടിപ്പോകാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ സൂറത്ത് കൊണ്ട് അമൽ ചെയ്യുന്നവർക്കൊക്കെ അതിൽ നല്ല റിസൾട്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഖൈറാണോ ഷർറാണോ എന്നറിയുന്നില്ല, പ്രത്യേകം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ആ വിഷയത്തിൽ ഖൈറാണോ ഷർറാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരാലോചന വന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ നല്ലൊരു റെസ്പോൺസ് അല്ല കിട്ടിയിട്ടുള്ളത്, കുറച്ച് നെഗറ്റീവ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ മോൾക്ക് ആ ആലോചന നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ തീരുമാനിക്കാൻ ഒരു പ്രയാസത്തോടു കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പമാരെയോ അല്ലെങ്കിൽ നമ്മയൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ഇറക്കാൻ വേണ്ടി, ക്യാപിറ്റൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഒരു 4-5 ലക്ഷം രൂപ തരുമോ, ഞാനൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ അതിൽ ഓരോ മാസവും എനിക്ക് ഇത്ര ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കച്ചവടത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. അങ്ങനത്തെ സമയത്ത് അതിലേക്ക് ഇറങ്ങിയാൽ ഖൈറാണോ ഷർറാണോ നമുക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഒരു പക്ഷെ ചതിയിൽ പെട്ടേക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുശ്ചിന്തകൾ കാരണമായിട്ട് നമ്മെ അപ്രോച്ച് ചെയ്തത് ആയേക്കാം. ഇങ്ങനെ പല സാഹചര്യങ്ങളും അതിലുണ്ടായേക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നല്ലതിനാണോ അതല്ല ചീത്തയ്ക്ക്, അത് നല്ലതിനല്ലാത്തതാണോ, ഖൈറാണോ ഷർറാണോ ആ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂറത്ത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക. അത് എഴുതിയിട്ട് 101 പ്രാവശ്യം അത് ഊതിയതിന് ശേഷം അത് നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്തോ തലയിണക്കടയിലോ ഒക്കെ മറ്റോ വെച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട അത് ഖൈറാണോ ഷർറാണോ എന്നുള്ള ഒരു തീരുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കും. കാരണം നമ്മൾ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അമൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനുമാണ്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്രത്തോളം കോൺഫിഡൻറ്റോടുകൂടെ, എത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടെ, എത്രത്തോളം വിശ്വാസത്തോടുകൂടെ ചെയ്യുന്നു, അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുമെന്നുള്ളതാണ്. തലവേദനയുള്ള ആളുകൾ ഈ എണ്ണയിലൊക്കെ ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു 313 തവണ, മുർസലീങ്ങളുടെയൊക്കെ എണ്ണാണല്ലോ, 313 തവണ സ്ഥിരമായി തേക്കുന്ന എണ്ണയിലൊക്കെ മന്ത്രിച്ചിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇഷ്ഫി എന്ന് പറഞ്ഞു ഊത്. അങ്ങനെ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയിട്ട് അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ ഉപയോഗിക്കാം. ശുദ്ധമായ സ്ഥലത്ത് ആ എണ്ണ വെക്കാം. അങ്ങനെ ബിസ്മി ചൊല്ലി വലതു ഭാഗത്ത് നിന്ന് തേച്ച് തുടങ്ങാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തലവേദന ഷിഫയാക്കാൻ ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ടത് കാരണമാകും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നല്ല മൈഗ്രെയിൻ്റെ തലവേദനയുള്ളവർ, ഒന്ന് യാത്ര ചെയ്താൽ തലവേദനയുള്ള ആളുകൾ, അല്ലേ, ഒന്ന് ഉറക്കൊഴിഞ്ഞാൽ തലവേദനയുള്ള ആളുകൾ, ഇങ്ങനെ
ഇങ്ങനെ വെയിലത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് തലവേദന ഉണ്ടാവുക. തലവേദനയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തലവേദനയെ കുറിച്ച് അറിയേണ്ട ആളുകൾ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൽ നമ്മൾ പറയുന്നുണ്ട്. തലവേദന വരാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ് എന്ന് 100 തവണ ഓതുക. അതിനുശേഷം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു സമദ് എന്ന് 1001 തവണ ഓതുക. ഓതിയതിന് ശേഷം വീണ്ടും യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ് എന്ന് 100 തവണ. അത് ഒറ്റ പ്രാവശ്യം യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ് ഒന്ന് അങ്ങനെ ചൊല്ലാം. യാ അവ്വലു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ് അങ്ങനെയും ചൊല്ലാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചൊല്ലാം. അങ്ങനെ 100 തവണ അത് ചൊല്ലാം. സ്വലാത്തൊരു 100 തവണ ചൊല്ലാം. എന്നിട്ട് നല്ല എന്തെങ്കിലും മധുരമുള്ള വസ്തുക്കളിലോ മറ്റൊക്കെ ഊതിയിട്ട് അത് ഊതി അത് അവർക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് തിന്നാൻ വേണ്ടി കൊടുത്താൽ അവർക്കിടയിൽ നല്ല മഹബത്ത് ഉണ്ടാകുന്നുള്ളതാണ്. അവരുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിനിട്ട് കൊടുക്കാൻ അത് കാരണമാകും. കപ്പിൾസിനിടയിലൊക്കെ എന്തെങ്കിലും അനൈക്യങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിങ്ങളുടെയൊക്കെ മക്കൾ തമ്മിൽ പരസ്പരം യോജിപ്പില്ലാതെ ഐക്യമില്ലാതെ ഇരിക്കുന്നതാണ്. നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടോ ഇങ്ങനെ വല്ല പ്രയാസങ്ങളിലാണ്. എന്നാലേക്ക് ഇതൊന്ന് ചെയ്തു നോക്കുക. ഇത് ചെയ്തതിന് ശേഷം 101 ഇഖ്ലാസ് ചൊല്ലുന്ന ഇങ്ങനെ പതിവാക്കിയാൽ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും അതിന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും അതിന് ഇൻഷാ അല്ലാഹ്. 1001 പ്രാവശ്യം നല്ല വഴക്കുണ്ടാക്കാൻ, നമ്മളോട് എന്തെങ്കിലും വിഷയത്തിലൊക്കെ റോങ് ആയി സംസാരിക്കാനൊക്കെ, നീ ആ ക്യാഷ് ഞാൻ നിനക്ക് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് തന്നാണല്ലോ, ഇപ്പോഴും നീ തിരിച്ചു തന്നിട്ടില്ല, ഞാൻ 2-3 ആളെ കൂട്ടിയിട്ട് അങ്ങ് വരുന്നുണ്ട് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ബോധപൂർവം ചെയ്തതല്ലാതൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനില്ല, സാവകാശം ചെയ്യാനോ വഴിയില്ല, നമ്മൾ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ ആളെ മുമ്പിൽ വശലാകാതെ നമ്മൾ സന്തോഷത്തോടു കൂടെ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ 1001 പ്രാവശ്യം ഈ അമലുകളൊക്കെ എഴുതി വെച്ചോ, നല്ല റിസൾട്ട് ഉണ്ടാകും. 1001 പ്രാവശ്യം അയാളെ മനസ്സിൽ കരുതിയിട്ട് ആ ഒരു ഷെറു വരാതിരിക്കാനുള്ള നെയ്യത്ത് പ്രത്യേകം കരുതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നമ്മൾ ആ എന്ത് നെയ്യത്ത് കരുതിയിട്ടാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് അത് ഫലം ചെയ്യുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അയാൾ നമ്മോട് വന്നു കഴിഞ്ഞാലും മാന്യമായിട്ട് സംസാരിക്കും, വഴക്കിടാൻ വേണ്ടി മുന്നിട്ട് വരില്ല. ഇനിയിപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ അത് പരിഹരിക്കപ്പെടാൻ കാരണമാകുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ അള്ളാഹു നല്ല അത്ഭുതകരമാകുന്ന വലിയ വലിയ റിസൾട്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംസാരിക്കാൻ പ്രയാസമുള്ള മക്കളുണ്ടാവും, നമ്മുടെ അടുക്കലൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. വിക്കുള്ള മക്കൾ, സംസാരിക്കാൻ വിക്കുള്ള, അങ്ങനെ വിക്കി സംസാരിക്കുന്നവർ, സംസാരം തെളിഞ്ഞു കിട്ടാത്ത ചില ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ ഈ തേനും വയമ്പൊക്കെ ചേർത്തിട്ട് ഒറ്റ ഹർഫാക്കിയിട്ട് ഈ ബിസ്മി, ഈ സൂറത്തുൽ ഇഖ്ലാസ് അത് മായ്ച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. ഒരു 101 ദിവസം അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നുകിൽ പ്രഭാതത്തിൽ കൊടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ മഗ്രിബിന് ശേഷം കൊടുക്കുക. മഗ്രിബിന് ശേഷം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് കിടന്നുറങ്ങുന്ന സമയത്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു 101 ദിവസം കൃത്യമായി എണ്ണം രേഖപ്പെടുത്തി എഴുതി വെച്ച് അതങ്ങ് കൊടുത്ത് നിങ്ങൾ ഈ അമലൊന്ന് ചെയ്തു നോക്കൂ. ആ കുട്ടിയുടെ സംസാരത്തിൽ നല്ല സ്ഫുടത ഉണ്ടാവും. നല്ല സ്ഫുടമായി വ്യക്തമായി വിക്കില്ലാണ്ട് ഒഴുക്കോടുകൂടെ തെളിമയോടുകൂടെ സംസാരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്തു നോക്കാം. അതേപോലെ തന്നെ ഇത് എഴുതിയിട്ട് ഒറ്റത്തവണ എഴുതിയിട്ട് അത് കൈവശം വയ്ക്കാം. കൈവശം വെക്കുമ്പോൾ സൂക്ഷിക്കണം, ശുദ്ധിയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആവുമ്പോഴാണ് കൈവശം ഉണ്ടായിരിക്കേണ്ടത്. 1011 തവണ ഇത് ഓതുകയും ചെയ്യും. ഓതിയതിനു ശേഷമായിരിക്കണം കൈവശം വെക്കേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ഖിനെ വിശാലാക്കി കൊടുക്കുമെന്നുള്ളതാണ്. റിസ്ഖ് അവന് വർദ്ധിക്കും എന്നുള്ളതാണ്.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും കോമ്പറ്റീഷൻസുകളിലൊക്കെ പങ്കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ, എക്സാമുകൾ, കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ ഉണ്ടാകും, അത്തരം എക്സാമുകൾക്കൊക്കെ പങ്കെടുക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ എക്സാമിലൊക്കെ നല്ല റിസൾട്ട് കിട്ടാനും അതിലൊക്കെ വിജയിക്കാനും വേണ്ടിയിട്ട് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് 313 പ്രാവശ്യം ഓതിയിട്ട് 313 പ്രാവശ്യം ഓതണം. അത് സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ ഓതിയിട്ട് അതിൽ ആ എഴുതിയതിൽ ഓതിയിട്ട് അത് കൈവശം വെക്കുക. എന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. എക്സാം എഴുതാൻ പോകുന്ന ആളുടെ കൈവശം അത് വെച്ചാൽ നല്ല റിസൾട്ട് അതിലുണ്ടാകും. അത്ഭുതങ്ങൾ അത് കാരണമായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതിക്കൊണ്ടേയിരിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് അത് വല്ലാത്തൊരു സൂറത്താണ്. ഈമാനൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടോ, എനിക്ക് നിസ്കരിക്കാനൊക്കെ വല്ലാത്ത മടിയുണ്ട്, ഇങ്ങനെ ഇബാദത്തിലൊക്കെ ഒരു അശ്രദ്ധയുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. കാരണം സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു ഏകനാണ്, അവൻ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അവനെ എല്ലാവരും ആശ്രയിക്കുകയാണ്. അവൻ ജനിച്ചതോ അല്ലെങ്കിൽ ഒരാളെ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വളരെ മനോഹരമായ ആ സൂറത്ത് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ സുബൂത്ത് ചെയ്യുന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല റിസൾട്ട് ഉണ്ട്. ഒരുപാട് അമലുകൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അമലുകളുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറയാത്ത എത്രയോ അമലുകളുണ്ട്. വിവിധങ്ങളായ കിതാബുകളിൽ ഇത്തരം മുജറബാത്തുകളൊക്കെ പറയുന്ന ഒരുപാട് കിതാബുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓത് ഈ അമലുകളൊക്കെ ചെയ്യുക. അത് കാരണമായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളിൽ എല്ലാം അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദ് എല്ലാ ദിവസവും മജ്ലിസിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവരിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട്. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്. കോടികളോളം കടങ്ങളുള്ളവരുണ്ട്. വീടില്ലാത്തവരുണ്ട്. മാനസിക രോഗികളുണ്ട്. ഭ്രാന്തുള്ളവരുണ്ട്. ജന്മനാ വൈകല്യങ്ങൾ സംഭവിച്ചവർ, തളർവാദം പിടിപെട്ടവർ, ജനിച്ചു വീഴുന്ന കുഞ്ഞുമക്കൾ, അവരെ ശരീരത്തിന് കഴുത്തിന് താഴെ തളർന്ന് താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന എത്രയോ രോഗികൾ നേരിട്ടിവിടെ കൊണ്ടുവരുന്ന എത്രയോ രോഗികളുണ്ട്. അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദുആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ശിഫ നൽകണം അല്ലാഹ്, ആജിലായ ശിഫ നൽകണം അല്ലാഹ്. ഒരു ഭാഗത്ത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഉള്ള മക്കൾ തന്നെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് എന്നും പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതികളും സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങുന്ന എത്രയോ ഉപ്പമാര് സഹോദരിമാരൊക്കെ പ്രയാസങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ വലിയ ഹിഫ്ള് നൽകണം അല്ലാഹ്, നീ മോചനം നൽകണം അല്ലാഹ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള എത്രയോ ആളുകളുണ്ട്. പലരും അത്തരം വിഷയങ്ങൾ പറയാനും പരിഹരിക്കാനും വേണ്ടി വരാറുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ആ ഒരു പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം സന്തോഷദായകമായ ജീവിതമാക്കി നീ നീ മാറ്റണം അല്ലാഹ്. അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ സംസാരിക്കാൻ 5 മിനിറ്റോ 10 മിനിറ്റൊക്കെ സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കുറഞ്ഞ സമയത്ത് അവർ സംസാരിക്കുമ്പോൾ പലതും വിട്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ അവർ വരുന്ന സമയത്ത് എന്താണോ കരുതിയിട്ടുള്ളത് ആ നിയ്യത്തുകളെല്ലാം നീ പൂർത്തീകരിച്ച് സന്തോഷമുള്ള ജീവിതം അവർക്കൊക്കെ നീ നൽകണം അല്ലാഹ്, നീ നൽകണം റഹ്മാനെ.